ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ചുമ്മാ തട്ടിക്കൂട്ടി ക്രിക്കറ്റ് നമ്മൾ കളിക്കാൻ പോവുകയാണ്. പക്ഷെ എന്താ പറ്റിയ പറഞ്ഞോട്, ഒരു കണ്ടം കളിക്കാരൻ ബോളിനെ അപ്പുറത്തെ വീടിന് മണ്ടയ്ക്ക് അടിച്ചു. ബോൾ അവിടെ പോയി ഗൈസ്, അവർ ബോൾ എടുക്കാൻ പോയി. ഞാൻ കാണിച്ചു തരാം. ബോൾ എടുക്കാൻ പോയി ഗൈസ്, ഞാനാണ് അടിച്ചത്. എനിക്കൊന്നും പറയാനില്ല. ഇങ്ങനത്തെ പൊട്ട പ്ലേയേഴ്സിന്റെ ടീമിന്റെ അടുത്ത് എങ്ങനെയൊക്കെ വരും. സ്ഥലം കുറച്ചുള്ളടത്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് ഓങ്ങി അടിക്കരുത്. ആരോടെ പറഞ്ഞ താലിൽ അടിച്ചു വിട്ടേ കിട്ടിയാ? അതാ ഞാനും പറഞ്ഞ ആദ്യം പോലെയുള്ള പൊട്ട പ്ലേയേഴ്സിന്റെ ടീമിന്റെ അടുത്ത് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും വന്ന് നോക്കിയാണ് ഗൈസ്. ഇതായിട്ടും ചാടുമോ? ഇല്ല, അതിനാണ് ധൈര്യമില്ല. ചുമ്മാ പാൻ്റെ കീഴെ പൊക്കി നിൽക്കത്തേ ഉള്ളൂ. വേണ്ട, ജിമ്മല്ലടാ, ആ ശരിയില്ല. പോയി ബോള് വരുമോ? ബോള് കിട്ടി ഗൈസ്. ഇനി എങ്ങനെ ഇറങ്ങും? എടാ ചാറാ. അയ്യോ, ഡമ്പിളില്ല, ഒന്നും പറ്റൂല. അയ്യോ അങ്ങനെ നമ്മൾ കളി വീണ്ടും തുടരാൻ പോകുന്നു. താങ്ക് യു. ഇത് 4, ഇതിന്റെ അപ്പുറത്ത് 6. അവിടെ അടിച്ച 1. എടാ കൊള്ളിക്കടാ ഇത്തിരി. റോമി വന്നിരിക്കുകയാണ് ഗൈസ്, പുതിയ പ്ലെയർ. നമ്മളെ കളി കണ്ട് ഇവിടെ കാണികൾ കൂടിയിരിക്കുകയാണ് ഗൈസ്. ദേശിന്റെ മാസ്മരിക ബാറ്റിംഗ് ഒന്നുപോലും ഇതുവരെ കൊണ്ടിട്ടില്ലെന്നുള്ളതാണ് സത്യം. എടാ ഒന്ന് കൊള്ളിച്ചിട്ട് ഔട്ടായിട്ട് പോ. ബാറ്റ് തോ, ആ സ്റ്റെമ്പിലടി, ആ സ്റ്റെമ്പിൽ ബാറ്റടി. റോമി ബോൾ അറിയാൻ പോകുന്നു. റോമിയോ ഔട്ടെന്ന് പറഞ്ഞാൽ അതെ ഗൈസ്. അപ്പുറത്തെ പയ്യന്മാർ നമുക്ക് ബോൾ എടുത്ത് തന്നു. ഔട്ട്. കളിക്കണോ? തേജസിന്റെ മാസ്മരിക ബോളിംഗ് ആണ് ഗൈസ് കാണാൻ പോകുന്നത്. അല്ല, ട്രയൽ വീണ്ടും 6. അയ്യോ, 39 റൺസായി ഗൈസ്. പരമ്പര 2-2 നിൽക്കുകയാണ്. ഇതാണ് ഫൈനൽ മാച്ച്. ഈ കളി 0 റൺസ്, 1 വിക്കറ്റ്. ഫൈനൽ മത്സരം ഞങ്ങൾ 5 റൺസ് എടുത്ത് ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. ഈ മത്സരത്തിൽ 6 റൺസ് ആ ടീമിന് എടുക്കാൻ പറ്റിയ റോമിയോ ബോൾ അടിച്ചിട്ടു. അപ്പോൾ 6 റൺസ് അടിക്കാൻ പറ്റിയ അവർ ഈ കളി ജയിച്ചു. കണ്ടു തന്നെ അറിയാം. കൊച്ചുകുട്ടികൾ ഇതിനേക്കാൾ ഭേദമാണ്. കൊച്ചുകുട്ടികൾ കൂട്ടുകാരനല്ലേ ഗൈസ്. ഞാൻ പറയാൻ അപ്ഡേറ്റ്. ലാസ്റ്റ് ബോൾ ജയിക്കുക 1 റൺ. ജയിച്ച ടീമിന്റെ ക്യാപ്റ്റൻ, ജയിച്ച ടീമിന്റെ അടുത്ത് നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. അടിപൊളി ഗൈസ്, അടിപൊളി. റോമിയോ തോറ്റ ടീമിന്റെ ക്യാപ്റ്റൻ. എന്താ പറയാ? ഞാൻ ഈ കളി വിട്ടുകൊടുത്തേ അവർക്ക്. ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ചുമ്മാ ഒന്ന് വ്ളോഗ് എടുക്കാൻ തോന്നി. അപ്പോൾ കണ്ടിന്യൂ ചെയ്യണോ നിങ്ങൾ പറഞ്ഞാൽ. ഇപ്പോൾ ഈ താടി മുടിയൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു പുതിയൊരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയാണ്. അപ്പോൾ അതിനൊരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കണം. അതാണ് വെട്ടാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അത് വെട്ടി ക്ലീൻ ചെയ്തേ നടക്കുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ. എന്നിട്ട് നമുക്ക് ഇനി വേണം നോക്കാം.
ആദ്യം ബാറ്റ് ചെയ്ത പണി ഹുസൈൻ പണി